അങ്ങനെ ഫ്രൈഡേ ആണ്. ഇപ്പോൾ സമയം ഏകദേശം 3:30 3:30 നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ കാറിനല്ല പോകുന്നത്, പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ദോഹ മെട്രോയിൽ സ്പോർട്സ് സിറ്റി മെട്രോ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മാൾ ഓഫ് ഖത്തറിലേക്ക് പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളെ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ വേണ്ടോ. അങ്ങനെ ഞാനിപ്പോൾ സ്പോർട്സ് സിറ്റി മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്, വലിയ പാർക്കിംഗ് ഏരിയയാണ്. അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു. പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങി. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇതായിരിക്കും. അപ്പോൾ വെള്ളം വാങ്ങി എന്തായാലും. പിന്നെ ആ കാണുന്നതാണ് സ്പോർട്സ് സിറ്റി മെട്രോ സ്റ്റേഷൻ. അതിന് തൊട്ടപ്പുറം ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കാണാം. പിന്നെ അവിടെ ടോർച്ച് ടവർ ഉണ്ട്. ടോർച്ച് ടവർ ഇതെല്ലാം ഞാൻ എൻ്റെ മിക്ക വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ലാൻഡ് ക്രൂസറൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഞാനിപ്പോൾ വളരെ കാലം കൂടിയിട്ട് ഇവിടുത്തെ ബസ് സർവീസ്, പബ്ലിക് ബസ് സർവീസായ കർവയുടെ ബസ് കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ആ ഒരു ബസ്സിലും കൂടി എനിക്ക് യാത്ര ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. കാർ എന്തായാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാം. അതിനുശേഷം ആ കാണുന്ന മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം. അവിടുത്തെ കുറേ കാഴ്ചകൾ കാണാം. അപ്പോൾ നിങ്ങളും പോരുമല്ലേ? ഓക്കെ, വാ പോവാം. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു പോകാം. മെട്രോയുടെ പവർ പ്ലാന്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. എന്തായാലും മെട്രോ സ്റ്റേഷൻ ഒരു യുണീക്ക് ഡിസൈനാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഖത്തറിലെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. മെട്രോയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ 2 ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിലൂടെ വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് പോകാം. അതല്ലെങ്കിൽ ഇവിടെ എസ്കലേറ്റർ ഉണ്ട്, എസ്കലേറ്ററിലൂടെ താഴത്തേക്ക് പോകാം. ഞാനെന്തായാലും എസ്കലേറ്റർ എടുത്തിട്ടാണ് താഴത്തേക്ക് പോകുന്നത്, ലിഫ്റ്റിൽ കയറിയില്ല. അപ്പോൾ ഇങ്ങനെ എസ്കലേറ്ററിൽ നിന്ന് താഴെ ഇറങ്ങി മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ മെഷീനുണ്ട്. ഇവിടുന്ന് നമുക്ക് സ്നാക്സും വെള്ളവും ഒക്കെ പർച്ചേസ് ചെയ്യാം. ആവശ്യത്തിനുള്ള കോയിൻ ഇട്ടിട്ട് അതിൽ കാണുന്ന ഏത് ഐറ്റമാണ് നമുക്ക് വേണ്ടത് ആ നമ്പർ ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കുള്ള ഐറ്റം ഇവിടെ ഡിസ്പാച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ സ്പോർട്സ് സിറ്റി മെട്രോ സ്റ്റേഷനിൽ നിന്ന് പോകുന്നു. സമയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ ഇറങ്ങി ലൈബ്രറിയിൽ നിന്ന് കയറണം. അപ്പോൾ ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഏത് മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോഴും ഇവിടെ ഈ കാണുന്നൊരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെട്രോ കാർഡ് ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ മെട്രോ കാർഡിലുള്ള ബാലൻസ് അറിയാനും ഉള്ള സൗകര്യത്തിന് ഉള്ള ഒരു ഭാഗമാണിത്. പിന്നെ എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇത് ഈ കാണുന്ന പോലെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ടാവും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെട്രോ സ്റ്റേഷനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ ട്രാൻസിറ്റ് വെഹിക്കിൾസും മെട്രോയുടെ സ്റ്റേഷനിൽ നിന്ന് ഔട്ടിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകളുടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ മുഷരിഫ് സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഗ്രീൻ ലൈനിൽ മാൾ ഓഫ് ഖത്തറിലേക്ക് പോവാണ്. അങ്ങനെ മെട്രോയിൽ വന്നു. QNL സ്റ്റേഷനിൽ ഇറങ്ങി ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ സ്റ്റേഷനിൽ. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണാം QNL സ്റ്റേഷൻ. തൊട്ട് ഓപ്പോസിറ്റ് തന്നെയുണ്ട് ഖത്തർ നാഷണൽ ലൈബ്രറി. വളരെ വലിയൊരു ലൈബ്രറിയാണ് കേട്ടോ. എന്തായാലും അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ ഭാഗത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വാക്ക് വേയിലൂടെ നടക്കണം. ആ കാണുന്ന ബിൽഡിംഗാണ് കേട്ടോ ഖത്തർ നാഷണൽ ലൈബ്രറി. ഈ ഭാഗമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഖത്തർ നാഷണൽ ലൈബ്രറിയിലേക്ക്. ഈ കാണുന്ന ബിൽഡിംഗാണ് ഖത്തർ നാഷണൽ ലൈബ്രറി. ഇതൊരു വളരെ വലിയ ലൈബ്രറിയാണ്. നമ്മുടെ നിങ്ങളുടെ ഇമാജിനേഷനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ളൊരു ലൈബ്രറിയാണിത്. ഞാനത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് വലുതാണ് ഖത്തർ നാഷണൽ ലൈബ്രറി. എന്തായാലും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളെല്ലാവരും വന്നത് യൂസ് ചെയ്യുക. കാരണം മെമ്പർഷിപ്പ് ഫ്രീ ആണ്. ബുക്ക് എടുത്തു കഴിഞ്ഞാൽ 1 മാസത്തെ വാലിഡിറ്റി ഉണ്ട് തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ 1 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്താൽ മതി. എന്തായാലും ഇതൊരു യുണീക്ക് ബിൽഡിംഗാണ് കേട്ടോ. നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഖത്തർ നാഷണൽ ലൈബ്രറിക്കുള്ളത്. എന്തായാലും അകത്തേക്ക് പോയിട്ട് കുറച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ, ലൈബ്രറിയുടെ എൻട്രൻസിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ എൻട്രൻസ്.
അങ്ങനെ ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം എഡ്യൂക്കേഷൻ സിറ്റി ക്യാമ്പസിലൂടെ കുറച്ച് ദൂരം നടന്നു. അപ്പോഴാണ് കണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ സിറ്റി മോസ്കാണ് ഈ കാണുന്നത്. മിനാർട്ടീൻ എന്നറിയപ്പെടുന്ന മോസ്കാണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മൾ അകലെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രണ്ട് ഉയരത്തിലുള്ള ഫ്ലൈറ്റിൻ്റെ ചിറക് പോലെയൊക്കെ തോന്നും. പിന്നെ ആ കാണുന്നതാണ് ആ ഒരു സ്കൾപ്ചർ കണ്ടോ, ആ ഭാഗത്താണ് മോസ്ക് ഉള്ളത്. എന്തായാലും അങ്ങോട്ട് കുറച്ച് പോയി നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഭാഗത്തൊക്കെ വന്നിട്ടില്ലെങ്കിൽ വെറുതെ വരും. പിന്നെ ഇവിടെയുള്ള ഏറ്റവും ഒരു ഭംഗിയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രാംവേ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ട്രാംവേ ആണ്. അപ്പോൾ മിനാർട്ടിൻ എന്ന മോസ്കിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം, നടന്നു നോക്കാം. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഖത്തറിൽ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ കൂടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എഡ്യൂക്കേഷൻ സിറ്റി മോസ്ക് എന്തായാലും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വന്ന് ഈവനിങ്ങിലൊക്കെ നടക്കാനായിട്ട് നല്ല രസമാണ്. ഇവിടെ നല്ല ഗാർഡൻസൊക്കെ ഉണ്ട്. എഡ്യൂക്കേഷൻ സിറ്റി മോസ്കാണ് ആ കാണുന്നത്.